വിചാരിച്ചു എന്തായാലും സിസേറിയനാണ്, സി സെക്ഷനാണ്, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്തിട്ട് ചെയ്യാ, സിസേറിയൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആദ്യത്തിന് എങ്ങനെ എന്ത് ചെയ്യും, അങ്ങനത്തെ ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊക്കെ ശരിക്കും വിറക്കായിരുന്നു. ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സ്വാഗതം പറയാൻ നമ്മുടെ ആദം ബേബി ഇല്ല, ആദം ബേബി കിടന്ന് ഉറങ്ങാട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഡെലിവറി ആൻഡ് പ്രഗ്നൻസി സ്റ്റോറി പറയാണ്. എല്ലാവരുടെ എക്സ്പീരിയൻസുകൾ വേറെ വേറെ ആയിരിക്കും, എൻ്റെ പോലെ ആയിരിക്കില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പോലെ ആയിരിക്കില്ല എനിക്ക്. അപ്പൊ അത് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ എൻ്റെ പ്രഗ്നൻസി സ്റ്റോറി പറയുമ്പോൾ തന്നെ ഫസ്റ്റാണ് ഞാൻ പറയാം, ഞാൻ 3.5 മാസം ആയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഗർഭിണി എന്നുള്ള കാര്യം ഞാൻ തന്നെ അറിഞ്ഞത്. അപ്പൊ നിങ്ങൾ വിചാരിക്കോ ഇവളെന്താ പെണ്ണല്ലേ, അവൾക്ക് എന്താ അറിഞ്ഞൂടെന്ന്? വേറെ ഒന്നും കൊണ്ടല്ല കേട്ടാ, എൻ്റെ പീരീഡ്സ് റെഗുലർ അല്ലായിരുന്നു. അതായത് 1 മാസം ആയി കഴിഞ്ഞാൽ പിന്നെ 2 മാസം ആവില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ നമ്മൾ പീരീഡ്സ് ആവാണ്ടായി മിസ്സായി കഴിഞ്ഞപ്പോ അത് സില്ലിയായിട്ട് വിട്ടു. ചിലപ്പോൾ 2 മാസം കഴിയുമ്പോൾ 3 മാസം കഴിയുമ്പോൾ ആവുമല്ലോ, അതുകൊണ്ട് അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായില്ല. ശരിക്കും പറഞ്ഞാൽ ഓഗസ്റ്റ് 28-ാം തീയതി പീരീഡ്സ് ആയി കഴിഞ്ഞ് പിന്നെ എനിക്കൊരു 3 മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ചെറുതായിട്ട് ഛർദ്ദിക്കാൻ വരല് തോന്നി. ഛർദ്ദിക്കാൻ വരല് തുടങ്ങുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയൊക്കെ ഞാൻ ഉറക്കൊളിച്ചിരിക്കാറുണ്ട്. ആദം ബേബി രാത്രി ഉറക്കം മുൻപ് ശരിയല്ലായിരുന്നു, അപ്പൊ ഉറക്കൊളിച്ചിരിക്കും. രാവിലെ എണീക്കുമ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട്, അതുപോലെ തന്നെ ഛർദ്ദിക്കാൻ വരലുണ്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഛർദ്ദിക്കാൻ വരല് വന്നപ്പോഴാണ് നമ്മളൊന്ന് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്നുള്ള വിചാരണത്തിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. അപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് പോസിറ്റീവ് ആണെന്നുള്ള കാര്യം. അതുവരെ നമ്മൾ ഒരു അയൺ എന്നിട്ട് പറയാം ഫോളിക് ആസിഡ്സിൻ്റെ ടാബ്ലറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കെയർ ചെയ്യേ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 3 മാസത്തിന് ശേഷമാണ്, 3.5 മാസത്തിന് ശേഷമാണ് ശരിക്കും ഞാൻ ഗർഭിണിയാന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞത്. പിന്നെ എനിക്ക് മുൻപത്തെ പ്രഗ്നൻസിയുടെ പോലെ അത്ര വൈകുന്നേരം ഛർദിയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഈ പ്രാവശ്യം കുറവായിരുന്നു, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോയിട്ടുണ്ടായി. പിന്നെ ഞാനൊരു 5-5.5 മാസമൊക്കെ ആയപ്പോഴേക്കും നാട്ടിലേക്ക് വന്നിട്ടുണ്ടായി. ജനുവരി ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും ഞാൻ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പിന്നെ നാട്ടിലായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആരംഭിച്ചപ്പോ തുടങ്ങി പ്രസവിക്കുന്ന നേരം വരെ ഛർദിയായിരുന്നു. ഇത് ഇടയ്ക്ക് ഉണ്ടായിരുന്നു, എന്നാൽ അത്ര വോമിറ്റിങ്ങും കാര്യങ്ങളോ അത്ര ബുദ്ധിമുട്ടുകളോ എനിക്ക് ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നോർമലായിട്ട് ചെക്കപ്പുകൾ നടക്കും, മന്ത്ലി ചെക്കപ്പ് ഒക്കെ പോവും. അതിന് പ്രശ്നങ്ങളോ ഷുഗറോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഈ പ്രാവശ്യം ഉണ്ടായില്ല. പിന്നെ മെയിൻ പ്രശ്നം നടന്നത് 9ാമത്തെ മാസത്തിലെ ചെക്കപ്പിലാണ് മെയിനായിട്ട് പ്രശ്നം നടന്നത്. അങ്ങനെയാണ് ഡെലിവറി നടന്നത്. അങ്ങനെയാണ് മെയ് 13-ാം തീയതി ഡെലിവറി നടന്ന് ഒരു ആൺകുട്ടീനെ ദൈവം നമ്മുടെ കയ്യിലേക്ക് തന്നത്. 9ാമത്തെ മാസമാണ് ഞാൻ വീട്ടിലേക്ക് വന്നത്. 9ാമത്തെ മാസം ആയപ്പോഴാണ്, അതായത് ഏപ്രിൽ 21-ാം തീയതിയാണ് ഞാൻ വീട്ടിലേക്ക് വന്നത്. എനിക്ക് ഇത്ര ഓർമ്മ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ വന്നത് ഈസ്റ്ററിന്റെ അന്നായിരുന്നു. ഏപ്രിൽ 20-ാം തീയതി ഈസ്റ്ററിന്റെ അന്നായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ പിന്നെ ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു കേട്ടോ. എനിക്ക് പക്ഷെ ഗർഭിണിയായപ്പോ തുടങ്ങി ഭയങ്കര ടെൻഷനും കാര്യങ്ങളായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, ആദം ബേബിനെ നോക്കണം. ഉണ്ണി ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോ ആദം ബേബി ഉണ്ണിയുടെ അടുത്ത് എങ്ങനെയാ എന്നിട്ട് ചെയ്യാൻ പോണേന്നുള്ളൊരു പേടി എപ്പോഴും ഉണ്ടായി. എല്ലാവരും പറയും കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പേടിക്കേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ കൂടി എന്റെ മനസ്സിൽ ആ പേടി എപ്പോഴും ഉണ്ടായിരുന്നു. അത് എങ്ങും മാറി നിന്നല്ലോ, എപ്പോഴും ആ പേടി എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴും ആ പേടിക്ക് കുറവൊന്നും ഉണ്ടായില്ലേ. ഡെലിവറിയുടെ സമയം വരെ എനിക്ക് പേടിയായിരുന്നു. കാരണം ആദത്തിന് ഒരു വയസ്സ് 1.5 വയസ്സ് ആവണുണ്ടായിരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ആലോചിക്കാൻ സ്വാഭാവികമായിട്ട് ആദം കുഞ്ഞിതാണ്, ഇനി ഉണ്ടാവാൻ പോണ കുഞ്ഞി ബേബിയുടെ അടുത്ത് നമ്മൾ കൂടുതൽ സ്നേഹം കാണിക്കുമ്പോൾ ആദത്തിന് എന്തെങ്കിലും വിഷമം വരും. അങ്ങനെ പിന്നെ അവൻ രാത്രി എനിക്ക് മാറി നിൽക്കണില്ല. ഞാൻ പ്രസവത്തിന് പോണ സമയത്ത് ഇവൻ എന്തിട്ടാണ് ചെയ്യാൻ പോണേന്നുള്ള കാര്യം അതൊക്കെ ആലോചിച്ച് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ ഞാൻ ലാസ്റ്റ് ചെക്കപ്പിന് പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9ാം മാസത്തിന്റെ ചെക്കപ്പിന് പോയത് മെയ് 12-ാം തീയതി ഞാൻ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോയി. ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്താണ്, കുട്ടി തിരിഞ്ഞിട്ടില്ല, അതായത് കുട്ടി ബ്രീച്ച് പൊസിഷനിലാണ്, നേരെയാണ് നിൽക്കുന്നത്. അപ്പൊ ബ്രീച്ച് പൊസിഷനിൽ നിൽക്കുമ്പോൾ ഒരിക്കലും നോർമൽ ഡെലിവറി ആവില്ല, നമുക്ക് ആ കുട്ടീനെ സെഫാലിക് പൊസിഷനിലേക്ക് ആക്കണം എന്ന് പറഞ്ഞു. സെഫാലിക് പൊസിഷനിലേക്ക് ആക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുട്ടീനെ തിരിക്കണം. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ, ഇങ്ങനെ ECV എന്ന് കണ്ടാന്ന് തോന്നുന്നു ആ പ്രൊസീജിയറിന്റെ പേര്, ഇങ്ങനെ തിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനാണെങ്കിൽ അത് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ടെൻഷനായിരുന്നു. ECV കുട്ടീനെ എങ്ങനെ തിരിക്കണം, ഇത് സിനിമയിലൊക്കെയല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പൊ പിറ്റേ ദിവസം എന്നോട് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു ഡോക്ടർ. ECV ചെയ്യണം, കുട്ടി തിരിയാത്ത കാരണം ECV ചെയ്യണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനിങ്ങനെ ഗൂഗിളിൽ സെർച്ച്
ചെയ്തു. പിന്നെ നമ്മുടെ ചേച്ചിമാരൊക്കെ 2-3 പേര് നേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നേഴ്സ് കാര്യങ്ങൾ ആ ചേച്ചിമാരോടൊക്കെ നമ്മൾ വിളിച്ചു ചോദിച്ചു. അപ്പൊ വിളിച്ചു ചോദിച്ചപ്പോ ചേച്ചി പറഞ്ഞു ECV മുൻപൊക്കെ ചെയ്യാറുണ്ട്, ഇപ്പൊ അവർക്ക് അതിനെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ 2-3 പേരുടെ അടുത്തൊക്കെ ഇപ്പൊ വർക്ക് ചെയ്യണം, അവര് വർക്ക് ചെയ്യണില്ല ഇപ്പൊ റീസെന്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചപ്പോ പറഞ്ഞു അങ്ങനെയൊക്കെ ഉണ്ട് മോളെ, പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം 9 മാസം ആയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ എന്നാലും എന്റെ മനസ്സിൽ പേടിയുണ്ടായിരുന്നു. അമ്മച്ചിക്കും അതെ ഭയങ്കര പേടിയായിരുന്നു. അത് ചെയ്തിട്ട് തിരിഞ്ഞില്ലെങ്കിൽ ഡോക്ടർ അപ്പൊ തന്നെ ഓപ്പറേഷൻ സർജറി ചെയ്യേണ്ടി വരുള്ളൂ. ഓപ്പറേഷൻ അത് വേറെ ഒന്നല്ല, ഈ ECV ചെയ്യുന്ന സമയത്ത് ഇനിയിപ്പോ ഫ്ലൂയിഡ് ലീക്ക് ആവുക അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് കുറയെ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരാണെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, സിസേറിയൻ ചെയ്യേണ്ടി വരും. അപ്പൊ അത് കിട്ടപ്പോ അതിനും വലിയ പേടി. എന്നിട്ട് പിന്നെ എന്തെങ്കിലും അവിടെ പിറ്റേ ദിവസം അഡ്മിറ്റ് ആവാന്ന് വിചാരിച്ച് നമ്മൾ നിന്നു. പക്ഷെ അന്ന് രാത്രി എന്നിട്ടാണ് ഞാൻ ഒന്ന് ബാത്റൂമിൽ യൂറിൻ പാസ് ചെയ്യാൻ പോയപ്പോഴാണ് അപ്പൊ അമ്മിച്ച് ഉണ്ണി കഴിഞ്ഞിട്ട് ഉണ്ണിയുടെ അടുത്ത് പോയിട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അന്ന് രാത്രി ഫ്ലൂയിഡ് ലീക്കിങ് ഉണ്ടായി. ഫ്ലൂയിഡ് ലീക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫ്ലൂയിഡ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം, കണ്ടിന്യൂസ്ലി പോയിക്കൊണ്ട് നമ്മൾ ഇരിക്കുമ്പോ ഒക്കെ കുട്ടി ഇനി താഴ്ത്തേക്ക് പോവോ അങ്ങനത്തെ ലെവലിൽ തന്നെയാണ് ഫ്ലൂയിഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പേടി എന്ന് പറയാ, കൈയും കാലൊക്കെ നമ്മള് ആ സിറ്റുവേഷനിൽ പോകുമ്പോഴേ നമുക്ക് അറിയുള്ളൂ. കൈയും കാലൊക്കെ ശരിക്കും വിറക്കായിരുന്നു. കൈയും കാലും വിറക്കുക എല്ലാവരോട് പറയാൻ പറ്റും. ബാഗാണെങ്കിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടില്ല, കാരണം കറക്റ്റ് 9 മാസമായിട്ടുള്ളൂ. 9 മാസം ജൂണിലാണ് എനിക്ക് ഡേറ്റ് പറഞ്ഞേക്കണം, കറക്റ്റ് 9 മാസമായിട്ടുള്ളൂ. അപ്പൊ ബാഗ് പാക്കിംഗ് ഒക്കെ നമ്മൾ പിറ്റേ ദിവസം ECVക്ക് പോകുമ്പോ എന്തായാലും ഡ്രസ്സ് എല്ലാ സാധനങ്ങളും കൊണ്ടുപോവാ, പിറ്റേ ദിവസം ചെയ്യാന്നുള്ള പ്ലാനിലായിരുന്നു. പക്ഷെ എനിക്ക് കൈയും കാലൊക്കെ വരച്ചിട്ട് പാടില്ല, ഭയങ്കര പേടിയാവണേ. എനിക്കും വേണമെങ്കിൽ ഫ്ലൂയിഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണ്. അപ്പൊ അതിന്റെ ഒരു പേടി. അപ്പൊ ഞാൻ ഓടി അമ്മച്ചിനെ വിളിച്ചു. ആദം ബേബി കിടന്നുറങ്ങായിരുന്നു. അപ്പൊ അമ്മച്ചിനെ ഞാൻ ഓടി വിളിച്ചപ്പോ ആദം ബേബി എനിറ്റു. ആദം ബേബി കരച്ചിലും ബഹളായി, കാരണം ഞാൻ വിളിക്കാനായിട്ട് അവൻ പേടിച്ചു. അപ്പൊ അവൻ കരച്ചിലും ബഹളായി, കാരണം അവൻ എന്റെ അടുത്തുനിന്ന് നീങ്ങി നിന്നിട്ടില്ല ഇതുവരെ. നീങ്ങി നിൽക്കാന്ന് പറഞ്ഞ അമ്മച്ചിയുടെ കൂടെയല്ല കിടക്കുക, എന്റെ കൂടെ കിടക്കാം. പിന്നെ എനിക്ക് ടെൻഷൻ, രാത്രി ഇപ്പൊ ഞാൻ ലേബർ റൂമിലേക്ക് പോണാണ്, ഇവന് എന്താ പറയാ, ഇവനെന്താ ചെയ്യാന്നുള്ളതാണ്. പിന്നെ സാധനങ്ങളൊക്കെ നമ്മള് ഒരു ബാഗിൽ തുണി നമ്മളെടുത്ത് ഒരു ബാഗിൽ വെച്ചിട്ടുണ്ടായി, തുണി മാത്രം. പിന്നെ എന്റെ കുറച്ച് ഡ്രസ്സ്, അമ്മച്ചിയുടെ ഡ്രസ്സുകൾ സാധനങ്ങളൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായില്ല. തുണിയും ബാഗും സാധനങ്ങളൊക്കെ കൂടി എടുത്ത് എങ്ങനെയോ വണ്ടിയിൽ കയറി അവിടെ എത്തി, ഹോസ്പിറ്റലിൽ എത്തി. ഞാൻ പറഞ്ഞു ആദ്യത്തിന് പയ്യെ കൊണ്ടുവന്നാൽ മതി, ഞാൻ വേഗം വീൽ ചെയറിൽ കയറിപ്പോയി. കാരണം വേറെ ഒന്നല്ല, ഞാൻ പോണത് കണ്ടെങ്കിൽ ആകെ കരച്ചിൽ കൂടുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങള് ആദ്യത്തിന് പയ്യെ കൊണ്ടുവന്നാൽ മതി, ഞാൻ പോവാന്ന് പറഞ്ഞ് ഞാൻ പോയിട്ടാ. പിന്നെ ആദ്യം കുറെ നേരം ഇങ്ങനെ അമ്മിച്ചി അപ്പച്ചന് മാറി എടുത്തുകൊണ്ട് നടന്ന്. പിന്നെ എന്നെ കുറച്ച് എനിക്ക് പെയിൻ വന്നിട്ടുണ്ടായില്ല, ഇങ്ങനെ ലീക്കിങ് ഉണ്ടായുള്ളൂ. പക്ഷെ ബ്രീച്ച് പൊസിഷൻ ഉള്ളത് കൊണ്ട് തന്നെ എന്തായാലും സിസേറിയൻ തന്നെയാണെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായി, കാരണം കുട്ടി തിരിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഡോക്ടർ അന്ന് പറഞ്ഞിട്ടുണ്ടായി തിരിയാൻ സാധ്യതയില്ലാന്ന്. അപ്പൊ ഇങ്ങനെ നിൽക്കണോണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും സിസേറിയനാണ്, C-സെക്ഷനാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്തിട്ട് ചെയ്യാ, സിസേറിയൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആദ്യത്തിന് എങ്ങനെ നോക്കും, എന്ത് ചെയ്യും, അങ്ങനത്തെ ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയാ, ഗോൾഡുകളൊന്നും ഊരിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവര് ലേബർ റൂമിൽ നിൽക്കണവർ എന്നോട് പറഞ്ഞു ഗോൾഡ് ഓർണമെന്റ്സ് സാധനങ്ങളൊക്കെ ഊരി അമ്മച്ചിടയിൽ കൊടുക്കുക പറഞ്ഞു. അപ്പൊ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ആദ്യം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യം ഉറങ്ങിയ കാരണം അപ്പൊ എനിക്കൊരു സമാധാനം, ആദ്യം ഉറങ്ങിയിട്ടുണ്ടല്ലോ. ഡോക്ടറെ വൈകുന്നേരമാണ് നമ്മൾ പോയത്, വെളുപ്പിനൊക്കെ ആയപ്പോഴാണ് പോയത്. അപ്പൊ വെളുപ്പിന് പോയി കഴിഞ്ഞപ്പോ അവിടെ ഡ്യൂട്ടി ഡോക്ടർ ഉള്ളത്, എന്തെങ്കിലും എമർജൻസി കേസസ് വന്നാൽ മാത്രമേ ഡോക്ടർ വരാറുള്ളൂ. അപ്പൊ അത്ര വലിയ എമർജൻസി എന്ന് പറയാനില്ല, കാരണം എനിക്ക് പെയിൻ വന്നിട്ടില്ല. പിന്നെ ബ്രീച്ചിലാണ് കുട്ടി കിടക്കണേ, പിന്നെ മാസം തികഞ്ഞിട്ടില്ല. പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, എന്തായാലും C-സെക്ഷനാണ്. പിന്നെ അതിന് പേടിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അപ്പൊ ഡോക്ടർ എമർജൻസി ഇല്ലാത്തതുകൊണ്ട് തന്നെ അവര് പറഞ്ഞു എന്നോട് രാവിലെ ആകുമ്പോൾ ഡോക്ടർ വരുന്നു പറഞ്ഞു. അപ്പൊ രാവിലെ തന്നെ ഒരു ഡ്യൂട്ടി ഡോക്ടർ വന്നു, PV ചെയ്ത് നോക്കി. PV ചെയ്തപ്പോ ഡോക്ടർ എന്നോട് പറഞ്ഞു കുട്ടി തിരിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. കുട്ടി തിരിഞ്ഞ് സെഫാലിക് പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് വിശ്വാസമില്ല കേട്ടോ, ഡ്യൂട്ടി ഡോക്ടർ അല്ലേ, ഡോക്ടർക്ക് ഇപ്പൊ ചിലപ്പോൾ അറിയായിരിക്കില്ല, ചിലപ്പോൾ തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞു. അതായിട്ട് നമ്മുടെ മെയിൻ ഡോക്ടർ വന്നപ്പോഴും PV ചെയ്തപ്പോ പറഞ്ഞു കുട്ടി സെഫാലിക്കിൽ തന്നെയാണ്. എന്നാലും ഡോക്ടർക്ക് ഒരു കൺഫ്യൂഷൻ ആയി, കാരണം ഇന്നലെ വരെ ബ്രീച്ച് പൊസിഷനിൽ കിടന്ന കൊച്ച് ഇത്ര പെട്ടെന്ന് സെഫാലിക്കിലേക്ക് ഇപ്പൊ ചിലപ്പോൾ ഡെലിവറിയുടെ ടൈമിൽ ഇങ്ങനെ
പെയിനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുട്ടി തിരിഞ്ഞതായിരിക്കും. എന്നാലും ഡോക്ടർ പറഞ്ഞു നമുക്ക് എന്തായാലും ഒരു സ്കാൻ ചെയ്ത് നോക്കണം, അതിന് ശേഷം നമുക്ക് എന്താണെന്നുള്ളത് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഡോക്ടർ പോയി കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങോട്ട് പെയിൻ തുടങ്ങാന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ ചെറിയ രീതിയിൽ പെയിൻ. അത് അത്ര വരെ ഞാൻ ലേബർ റൂമിൽ വേറെ ആൾക്കാരുകളൊക്കെ വരുമല്ലോ, വേറെ എന്തെങ്കിലും ഇങ്ങനെ ബ്ലീഡിങ്ങോ സ്പോട്ടിങ്ങോ അങ്ങനെയൊക്കെ ഉള്ളവരോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് കുഴപ്പമില്ല. പിന്നെ എനിക്ക് പെയിൻ തുടങ്ങാന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഒരു ചെറിയ പെയിൻ തുടങ്ങി, പിന്നെ ആ പെയിൻ കൂടി ഭയങ്കര പെയിനായി. അപ്പോൾ സിസ്റ്റർ അവിടെയുള്ള നഴ്സസ് പറഞ്ഞു നമുക്ക് PV ഒന്ന് ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. PV ചെയ്തപ്പോഴേക്കും എന്താണ് പറയുക, കുട്ടി ഇറങ്ങി വന്നിട്ടുണ്ട്. അതായത് ഡെലിവറിക്കുള്ള പൊസിഷനിലേക്ക് കുട്ടി എത്തിയേക്കാണ്. ഡോക്ടറാണെങ്കിൽ വന്നിട്ടില്ല, ഇവരാണെങ്കിൽ ഒരു അറേഞ്ച്മെന്റും ചെയ്തല്ലോ. കാരണം ഇത് സിസേറിയൻ കേസാണല്ലോ, സിസേറിയനിൽ നിൽക്കണ കുട്ടിയാണല്ലോ. അപ്പൊ എന്തായാലും നോർമൽ അവസ്ഥ ചെയ്തില്ല. പിന്നെ അവിടെ ഒരു എന്താ പറയുക, ഒരു ബഹളവും കാര്യങ്ങളൊക്കെ, എല്ലാവർക്കും ഓടിപ്പിടഞ്ഞു അങ്ങോട്ട് പോലും മോളെ എന്നോട് പറഞ്ഞു. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ആദത്തിന് ഭയങ്കര പെയിൻ വന്ന് ഞാൻ അങ്ങനെ പുഷ് ചെയ്ത് ആദത്തിന്റെ തല അങ്ങനെ ഒരുപാട് ഇങ്ങനെ നീണ്ട പോലെ ഉണ്ടായി. അതുകൊണ്ട് പെയിൻ ഉള്ളതുകൊണ്ടും ഞാൻ എന്ത് ചെയ്തു, ഞാൻ എനിക്ക് നിൽക്കണം. അപ്പൊ എന്നോട് പറയാം, മോളെ നീ അവിടെ കിടക്ക് എന്നാലും കുട്ടി ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ കിടന്നു കേട്ടാ. അത് കഴിഞ്ഞിട്ട് കുട്ടി ഇറങ്ങി ഇങ്ങനെ ശരിക്കും ഡെലിവറി പൊസിഷനിലേക്ക് ഡെലിവർ ആവാറായി. അപ്പൊ എന്നോട് പുഷ് ചെയ്യില്ല അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടല്ലേ ഡെലിവറി നടക്കുള്ളൂ. അപ്പൊ എന്നോട് പറഞ്ഞു ഇപ്പൊ പുഷ് ചെയ്യില്ലേ എന്ന് പറഞ്ഞു. എന്നാ ഓക്കെ. എന്നിട്ട് ഞാൻ എന്നെ അവിടേക്ക് കൊണ്ടുപോയി ഷിഫ്റ്റ് ചെയ്ത് കറക്റ്റ് ഒരു പെയിൻ പെട്ടെന്ന് വന്നു, പെട്ടെന്ന് ഡെലിവറി നടന്നു. അങ്ങനെ തന്നെയായിരുന്നു. കാരണം ഒരു അറേഞ്ച്മെന്റ് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല, പെട്ടെന്നായിരുന്നു പെയിൻ വന്ന്, പെട്ടെന്ന് ഡെലിവറി നടന്നു. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം എന്നാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത്. ഒരു കുഴപ്പങ്ങളും ഇല്ലാണ്ട്, കുട്ടിക്ക് ഒരു കുഴപ്പമോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് കൈക്ക് കിട്ടി. പിന്നെ ബർത്ത് വെയിറ്റ് ആണ് കുറവായിരുന്നു, ഒരു 2 kg ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ അവൻ ബർത്തിന്റെ ടൈമിൽ. പക്ഷെ ഇപ്പൊ വെയിറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പൊ പ്രശ്നമില്ല. ആ ടൈമിൽ വെയിറ്റ് കുറവായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവര് റൂമിലാണ്, അമ്മച്ചി അപ്പച്ചൻ്റെ അവരുടെ റൂമിലാണ് ആദ്യം ഉറങ്ങണം. അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഇപ്പം ഇത് ഡെലിവറി നടന്നത് അവരോട് പറയേണ്ട, കാരണം കൊച്ചുറങ്ങായിരിക്കും. അവരപ്പോൾ പുറത്ത് വന്ന് വിളിച്ചുവിട്ടു. ഞാൻ തന്നെയാണ് ഇവരോട് പറഞ്ഞത് റൂമിൽ പൊക്കോ, നിങ്ങളോട് നിൽക്കണ്ട, റൂമിലേക്ക് പൊക്കോ, കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവര് ഫോൺ വിളിച്ചോളൂന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരിക്കും ഒരു 10 മണിക്ക് പ്രസവിച്ച് കഴിഞ്ഞിട്ട് ഇവരറിയുന്നത് 11 കണ്ടപ്പോഴാണ് ഞാൻ പ്രസവിച്ച കാര്യം അറിയുന്നത്. കാരണം താഴത്തേക്ക് വന്നപ്പോൾ അപ്പച്ചിങ്ങനെ ഇത്ര നേരമായിട്ടൊന്നും അറിയാത്ത കാരണം അപ്പച്ചനോട് താഴത്ത് പോയി നോക്കാൻ പറഞ്ഞിട്ട് അപ്പച്ചനെ താഴത്തേക്ക് വിടായിരുന്നു ചെയ്തത്. അപ്പൊ അപ്പച്ചനെ താഴത്തേക്ക് വിട്ടപ്പോൾ അവര് പറഞ്ഞു പ്രസവിച്ചു, ആൺകുട്ടിയാണ്, കുഴപ്പങ്ങളൊന്നും ഇല്ല, ഞങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ നിങ്ങൾ ഇവിടെ ഉണ്ടായില്ല, കാരണം ഞാൻ പറഞ്ഞിട്ട് വേറെ ഒന്നും കൊണ്ടല്ല. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരോട് അവിടെ നിന്നാൽ മതിന്ന്. അപ്പൊ അങ്ങനെ ഡെലിവറി കാര്യങ്ങൾ നടന്നു. പിന്നെ ഒരു പ്രശ്നം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, പ്ലാസന്റ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. ഡെലിവറിക്ക് എനിക്ക് പെയിൻ ഉണ്ടായില്ല, പക്ഷെ പ്ലാസന്റ് കിട്ടാൻ പാടായതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് പെയിൻ ഞാൻ അനുഭവിക്കേണ്ടി വന്നു. പിന്നെ ഡെലിവറി കഴിഞ്ഞ് നോർമലായിട്ട് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ 3 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മളെ ഡിസ്ചാർജ് ചെയ്തു. കുട്ടിക്ക് മഞ്ഞപ്പോ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല, ദൈവം സഹായിച്ചൊരു കുഴപ്പമുണ്ടായില്ല. ഞാൻ വിചാരിച്ച പോലെ തന്നെ ആദത്തിന് ഞാൻ വിചാരിച്ച ടെൻഷൻ അടിച്ച കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. ആദം എന്താ പറയുക, ആദത്തിന് ഉണ്ണിനെ ഭയങ്കര ഇഷ്ടമാണ്, അവൻ നന്നായി നോക്കണുണ്ട്. പിന്നെ നമ്മൾ കണ്ണ് വെച്ചിരിക്കണം, അല്ലെങ്കിൽ അവൻ ചിലപ്പോൾ അവൻ അത്ര പ്രായമല്ലായിട്ടുള്ളൂ, അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല. അവൻ കാര്യമായിട്ട് തന്നെ നോക്കണുണ്ട്. വിചാരിച്ചത്ര ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ടെൻഷൻ ഉണ്ടായിരുന്നു, വിചാരിച്ചത്ര ഞാൻ ടെൻഷൻ അടിച്ചത്ര കുഴപ്പം കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഡെലിവറി ഡേറ്റ് ഒക്കെ ആവാറായി നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ നിങ്ങൾ ടെൻഷനൊന്നും അടിക്കണ്ട, വിചാരിക്കണം, നമ്മളെ പേടിക്കൊന്നും വേണ്ട, കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. ദൈവം എല്ലാം നടത്തി തരും. അതന്നെ അത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. എൻ്റെ ഇന്നത്തെ ഡെലിവറി സ്റ്റോറി അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.